2022 ഖത്തറിൽ വെച്ച് നടന്ന ലോക ഫുട്ബോളിൻ്റെ ആദ്യ റൗണ്ടിൽ മെസ്സിയുടെ അർജന്റീന ടീം നമ്മുടെ സൗദി അറേബ്യയോട് തോറ്റു. പലരും എഴുതി അർജന്റീനയുടെ കഥ കഴിഞ്ഞു എന്ന്. അതുപോലെയാണ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ നേടിയത് 19. ഞങ്ങൾ ഒറ്റ ഗോളേ നേടിയുള്ളൂ സർ, ഒരേ ഒരാൾ. പക്ഷേ സെമി ഫൈനൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 60-40. അത് കഴിഞ്ഞ് ഫൈനൽ നടന്നത് 20 കഴിഞ്ഞ് 21 ഫൈനൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ ഞങ്ങൾ 99. ചുവപ്പ് കാർഡ് കാണിച്ച് ജനങ്ങൾ പുറത്താക്കി റഫറിയെ കൊണ്ട് കള്ളക്കളി കളിച്ചിട്ടാണ് ആ നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരിന്തൽമണ്ണിലെ MLA ഉൾപ്പെടെ ചേർന്നാലും നിങ്ങൾക്ക് 41 ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ കളി തോറ്റു എന്നുള്ളത് കൊണ്ട് അർജന്റീന തോറ്റില്ല. അവസാനം ഫ്രാൻസിനോട് പൊരുതി കപ്പ് നേടിയപ്പോൾ എല്ലാവരും അതുപോലെയായിരുന്നു ഞങ്ങളും. സാർ, ഈ ഒരു സംശയമില്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു. ഈ അതിന്റെ വകുപ്പൊന്ന് പറയാൻ പറയൂ. എന്നാ വഴങ്ങും സാർ? സാർ വകുപ്പ് പറയണം സാർ, ചട്ടം പറയണം, അല്ലാതെ എങ്ങനെയാ? സാർ ഒറ്റ കാര്യമുള്ളൂ. അതുകൊണ്ട് 2024 ആദ്യ റൗണ്ട് മത്സരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതും അന്നത്തെ ഒരേ ഒരു ഗോൾ തന്നെ. പക്ഷേ നിങ്ങളോ ഒരു സെൽഫ് ഗോൾ അടിച്ചിട്ടല്ലേ ആ തൃശ്ശൂര് BJPക്ക് കൊടുത്തത്. അതുകൊണ്ട് വരട്ടെ, ഗ്രൗണ്ടിൽ ഇറങ്ങാം. സെമി ഫൈനലും ഫൈനലിലും എത്തുമ്പോൾ പഞ്ചായത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ടീം LDF ഈ കേരളത്തിൽ വിജയിക്കും എന്നതിന് തർക്കമില്ല.